ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഹോണർ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ഹോണർ ഇന്ത്യയിൽ നിന്ന് അത് ഒന്ന് ഔട്ടായിരുന്നു, മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോയി. ഇപ്പോൾ വീണ്ടും അത് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അതും വന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നല്ല അടിപൊളി ഒരു മോഡലുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഹോണർ 90 5G എന്ന് പറഞ്ഞൊരു പുതിയ മോഡലായിട്ടാണ് ഹോണർ ഇപ്പോൾ ലോഞ്ച് ആയിട്ടുള്ളത് വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിൽ. പക്ഷെ ഔട്ട് സൈഡിൽ ഇപ്പോഴും അത് അവൈലബിൾ ആയിരുന്നു. ഹോണർ 90 ഏകദേശം ഒരു മാസം മുന്നേ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സൗദിയിലും ദുബായ് അവിടെയൊക്കെ അവൈലബിൾ ആയിരുന്നു. ഞാനത് അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോണാണ് ഇത്, ഹോണർ 90. ഇതിപ്പോൾ ഒരു മാസത്തിന് മുകളിലായി. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ലോഞ്ചായ സ്ഥിതിക്ക് ആളുകൾ ഇപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടി നോക്കുന്ന സമയമാണ്, എങ്ങനെയുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ളൊരു റിവ്യൂ പറയാനാണ് ഞാനിപ്പോൾ വന്നത്. അല്ലാതെ നമ്മൾ ഫസ്റ്റ് ഇംപ്രഷനായിട്ടുള്ള ഒരു വീഡിയോ അല്ല, ഫസ്റ്റ് അൺബോക്സിങ് വീഡിയോ അല്ല. ജസ്റ്റ് ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് സെറ്റ് എന്ന് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാനാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇത് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു യൂസ്ഫുള്ളായൊരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതും നമുക്ക് ഉൾപ്പെടുത്താം. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ലുക്ക് നോക്കാം. ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ സെറ്റ് ഒരു രക്ഷയില്ല, നല്ല അടിപൊളി ലുക്ക്. ഒരു പുതിയ തരം ഡിസൈനാണ് ക്യാമറ കൊടുത്തിട്ടുള്ളത്. 2 റൗണ്ടായിട്ട്, അതിലൊന്നിൽ ക്യാമറ 200 മെഗാ പിക്സലിൻ്റെ ബാക്ക് ക്യാമറ വരുന്നുണ്ട്. ഒരു ക്യാമറ 200 മെഗാ പിക്സലിൻ്റെ ബാക്ക് ക്യാമറ, 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു റിങ് ഫ്ലാഷ് ലൈറ്റുമാണ്. പിന്നെ ലുക്കും ഒരു നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു ഗുഡ് ലുക്കിംഗ് ആണ്. കൂടാതെ ബാക്ക് സൈഡ് ഡിസൈൻ കർവ്ഡ് ആണ്. ഫോൺ തന്നെ പറയണത് ക്വാഡ് കർവ് ഡിസ്പ്ലേ എന്നാണ് ഫോണിന് പറയണത്. അതായത് കർവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ബാക്കും അതുപോലെ തന്നെ കർവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. കളർ ഇത് സിൽവർ ആണ്. പിന്നെ അതിൽ ബ്ലാക്ക് ഉണ്ട്, ഒരു ഗ്രീൻ കളർ, അങ്ങനെ 3 കളറിലാണ് ഇത് ഇവിടെ വന്നിട്ടുള്ളത്. ഫ്രണ്ട് ഏജ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് കണ്ടല്ലോ, ഡിസ്പ്ലേ കർവ് ഡിസ്പ്ലേ 6.7 ഇഞ്ച് അമോൾഡ് ഡിസ്പ്ലേ ആണ് വരുന്നത് കേട്ടോ, അതും പറയാണ്ട്. പിന്നെ 50 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്, 50 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. 4K സപ്പോർട്ടാണ്. ഫ്രണ്ട് ക്യാമറ ആയാലും ബാക്ക് ക്യാമറ ആയാലും 4K വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റും. ആ കാര്യത്തിൽ വ്ളോഗ് ചെയ്യണവർക്കും ഫോട്ടോ ഇഷ്ടപ്പെടുന്നവർക്കും പറ്റിയ ഫോണാണ് ഇത്. പ്രത്യേകിച്ച് വെയ്റ്റ്ലെസ് ആണ്. ഒരു 183 ഗ്രാം വെയിറ്റാണ് ഇതിന് വരുന്നത്, 183 ഗ്രാം. പിന്നെ തിക്നെസ്സും കുറവാണ്, സ്ലിമ്മാണ്. 7.8 mm തിക്നെസ് വരുന്നത്. അതായത് സ്ലിമ്മാണ് സെറ്റ്. നമ്മൾ യൂസർ ഫ്രണ്ട്ലിയാണ്, നമുക്ക് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവില്ല. പിടിക്കാൻ കയ്യിലൊതുങ്ങണ ഒരു ഭാഗത്തെ വലുപ്പമുള്ള സെറ്റ്. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വലുതായി തോന്നുമെന്ന് എനിക്കറിയില്ല, പക്ഷേ സെറ്റ് നോർമൽ സൈസേ വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം വരുന്നത് ബാറ്ററി ബാക്കപ്പ്. അത്യാവശ്യം ബാറ്ററി നിൽക്കുന്നുണ്ട്. ഫോണ് ബാറ്ററി ബാക്കപ്പ് ഓക്കെയാണ്, ഫാസ്റ്റ് ചാർജിങ് ആണ്. അതുകൊണ്ട് ആ പേടിയും പേടിക്കണ്ട. 66 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്, 5000 mAh ബാറ്ററി വരുന്നുണ്ട്. അതുകൊണ്ട് ബാറ്ററി ബാക്കപ്പ് ഓക്കെയാണ്, പെട്ടെന്ന് ഫാസ്റ്റ് ചാർജിങ്ങും ആവുന്നുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത, ഇതിന് കമ്പനി എടുത്ത് പറയുന്നൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഡിസ്പ്ലേ പൊട്ടൂല എന്നാണ് പറയുന്നത്. ഡിസ്പ്ലേ അത്രയ്ക്ക് സ്ട്രോങ് ആണ്. കൂടാതെ ഐ കംഫേർട്ട് ഡിസ്പ്ലേ ആണ് വരുന്നത്. നമ്മൾ എത്ര നേരം ഫോൺ യൂസ് ചെയ്താലും നമുക്ക് കണ്ണിനൊരു ബുദ്ധിമുട്ടായിട്ട് അത് തോന്നണില്ല. അത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ രാത്രി മൊബൈൽ യൂസ് ചെയ്യുന്നവരാണ്, പകലും ഫുൾ ടൈം മൊബൈൽ യൂസ് ചെയ്യുന്നവരാണ്, ഗെയിം കളിക്കുന്നവരാണ്, നമുക്കത് കണ്ണിനൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു ഇതല്ല ഡിസ്പ്ലേക്ക് വരുന്നത്. ഡിസ്പ്ലേ ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി എത്ര ബ്രൈറ്റ്നസ് കുറച്ചാലും കൂട്ടിയാലും അത് ആ ഒരു ഫോണിന് ഒരു ഷെയ്ഡിങ് കാര്യങ്ങളോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരുന്നില്ല. നേരെ മറിച്ച് ചില ഫോൺ നമ്മളിത് കുറയ്ക്കുന്നതനുസരിച്ച് ഡിസ്പ്ലേക്ക് ഇങ്ങനെ മങ്ങൽ വരും. ഇതിന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. അതായത് ഡിസ്പ്ലേ നമ്മൾ ഐ കംഫർട്ട് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേ പക്ക ഓക്കെയാണ്, ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഡിസ്പ്ലേ. ഇങ്ങനെ ഹാർഡ് ഡിസ്പ്ലേ ആണ്, പൊട്ടൂല, താഴെ വീണാലും പൊട്ടൂല. ഇവിടെ അതിന് 6 month വാറണ്ടി വരെ കമ്പനി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പൊട്ടിയാലും ഫ്രീ ആയിട്ട് റീപ്ലേസ്മെൻറ്റ് തരുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിലും ഓക്കെ. പിന്നെ അടുത്തത് ഇതിൻ്റെ ഇത് ഗെയിമിംഗ് ഫോണാണ്. ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ പബ്ജി കളിക്കാനും ഇതിനൊക്കെ ആയാലും നല്ലൊരു സ്മൂത്ത്നെസ് ഉണ്ട് കളിക്കാൻ. ഫ്രഷ്
ഒക്കെ റീഫ്രഷ് റേറ്റ് ഓക്കെ 120 ഹെർട്സ് റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ബുദ്ധിമുട്ടില്ല. ഗെയിമിംഗ് ഫോണായിട്ടും യൂസ് ചെയ്യാം. ഗെയിമിംഗ് ഫോണാണ് കമ്പനി പറയണത്. പബ്ജി ഗെയിമിംഗ് ഫോണായിട്ട് തന്നെയാണ് ഇത് പറയണത്. ലൈറ്റ് വെയ്റ്റ് ക്യാമറ, അതായത് ഒരു വ്ളോഗേഴ്സിനും ഇതിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫോണായിട്ട് നമുക്ക് സിമ്പിളായിട്ട് പറയാം. അത്യാവശ്യം ക്യാമറ ക്ലാരിറ്റി, നൈറ്റ് വിഷനു അടിപൊളിയാട്ടോ. രാത്രി ഫോട്ടോ എടുക്കാനും ഇതിൽ അത്രയും കളർ ഇൻക്ലൂഡാണ്. അതുകൊണ്ട് തന്നെ രാത്രി ഫോട്ടോ എടുക്കാനോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നല്ല ക്ലിയറിൽ ഫോട്ടോസ് രാത്രി വരെ നമുക്ക് നൈറ്റ് മോഡ് കിട്ടുന്നുണ്ട്. പിന്നെ ഡിസൈന് പക്ക ഡിസൈന്, ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഡിസൈന്. നമ്മൾ നോർമൽ ആളുകൾക്ക് വേണ്ടിയാണ് പറയണത്. കൂടുതൽ അതിൻ്റെ ഇതും കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാത്ത രീതിയിൽ ചെയ്യണില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത്. പിന്നെ കളർ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കളറുകൾ ഇതിൽ ഇൻക്ലൂഡ് ആയതുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ആ ഒന്നിൻ്റെയും ഒറിജിനാലിറ്റി നമുക്ക് നഷ്ടപ്പെടുന്നില്ല. ആ ഒറിജിനാലിറ്റിയിൽ തന്നെ ഫോട്ടോസും കാര്യങ്ങളും കിട്ടുന്നുണ്ട് എന്നുള്ളത് വേറൊരു പ്രത്യേകത. പിന്നെ 3840 ഹെർട്സ് PWM ഡിമ്മിങ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്ത് നമ്മൾ ബ്രൈറ്റ്നസ് കുറക്കുമ്പോഴോ കൂട്ടുമ്പോഴോ ഷെയ്ഡിങ് കാര്യങ്ങൾ ഷേക്കിങ്ങോ ഡിസ്പ്ലേക്ക് നമുക്ക് അനുഭവപ്പെടില്ല. അതായത് ഡിസ്പ്ലേ ക്ലാരിറ്റി അത്രയും ക്ലിയർ ആണ് എന്നാണ് അതിന് ഒരു അർത്ഥം വെക്കണമെന്നുള്ളതൊക്കെയാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞിരുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് നാച്ചുറൽ ഫോട്ടോസ് എടുക്കാനും എന്തിനും കാര്യങ്ങൾക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയൊരു ഫോണാണ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഹോണർ 90 5G എന്ന് പറയുന്ന ഫോൺ. വാങ്ങിക്കുന്നവർക്ക് ധൈര്യമായിട്ട് വാങ്ങാം. ഈ പ്രൈസ് റേഞ്ചിൽ 8GB റാം 256GB പറഞ്ഞൊരു വേരിയൻറ്റും 12GB റാം 512GB ഒരു വേരിയൻറ്റും, ഞാൻ 2 വേരിയൻ്റാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഏകദേശം നാട്ടിൽ 30-35 ഉള്ളിൽ വരുന്ന ഒരു വേരിയൻറ്റും 40-45 ഉള്ളിൽ വരുന്ന ഒരു വേരിയൻറ്റും അങ്ങനെ ആയിരിക്കും വരാൻ ചാൻസ്. നമുക്ക് കറക്റ്റ് എനിക്ക് പ്രൈസ് അറിയില്ല നാട്ടിലത്തെ. ഇവിടുത്തെ പ്രൈസ് വെച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷൻ വെച്ചാൽ നമ്മൾ പറയണത് ഏകദേശം 30-35 8GB റാം 256GB വരിക, 12GB റാം 256 വരിക, 512 വരിക, ഏകദേശം 40-45. അത് ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് കംഫർട്ടായിട്ടുള്ളൊരു ഫോണായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ് ഹോണറിൻ്റെ ഈ ഫോണ്. അത് ഹോണറിൻ്റെ തിരിച്ചുവരവ് അതിഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഹോണറിൻ്റെ ഫോണുകൾ ഇനിയും വരാനുണ്ടാവും, ഒരുപാട് വരും. പിന്നെ എൻ്റെ ഫോണായതുകൊണ്ട് കമ്പനി പറഞ്ഞത് എന്താ, ഡിസ്പ്ലേക്ക് അത്രയും ഇതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് ഒന്ന് അടിച്ച് പൊട്ടിക്കാൻ നോക്കുകയാണ്. അടിച്ച് പൊട്ടിച്ചിട്ട് നോക്കുക ഡിസ്പ്ലേക്ക് എന്തെങ്കിലും പറ്റുമല്ലോ എന്നല്ല. ഫോൺ വർക്കിംഗ് ആട്ടോ. അത് കണ്ടോളി, ഫോൺ വർക്കിംഗ് ആണ്. അപ്പോൾ ഈ ഡിസ്പ്ലേ ഞാനൊന്നുകൊണ്ട് ഒറ്റ അടിക്കണേ ഉണ്ടല്ലോ, ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല. സംഗതി പൊട്ടിയുണ്ട്, ഇതെടുത്ത് കഴിക്കും ചെയ്യാം. അത് വേറെ വിഷയം. ഇപ്പോൾ അത് ഓക്കെ കേട്ടോ. ഡിസ്പ്ലേ കമ്പനി പറഞ്ഞതാണ് സ്ക്രാച്ച് പ്രൂഫാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ കമൻറ്റായിട്ട് എഴുതി അറിയിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ. ഇനി ഇതിലെന്തെങ്കിലും കുറവുകളുണ്ട് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞുതരും. അതല്ല ഇനി ഏതെങ്കിലും മോഡലിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരും. പിന്നെ ഇത് എന്നോട് കമൻറ്റിൽ ഇതിനു മുമ്പ് ഒരാൾ ചോദിച്ചാണ് ഇത് വ്ളോഗ് ചെയ്യാനും ഇതിനൊക്കെ പറ്റിയൊരു ഫോൺ ഏതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇതന്നെ പറഞ്ഞത്. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോണാണ്. നല്ല പ്രൈസ് റേഞ്ചിൽ അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ധൈര്യമായിട്ട് എടുക്കാം. 5G എല്ലാ ബാൻഡും 5G സപ്പോർട്ടാണ്. അതുകൊണ്ട് നാട്ടിലിപ്പോൾ എല്ലാ 5Gകൾ സപ്പോർട്ട് ചെയ്യും. ഏത് സിം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് ഗൂഗിളിൻ്റെ പേടിയാണെങ്കിൽ അത് വേണ്ട. ഗൂഗിൾ സപ്പോർട്ടഡാണ് ഹോണർ ഇപ്പോൾ എല്ലാ ഫോണും വരുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം എടുത്ത് പറയണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഹവായി എന്ന് പറഞ്ഞ ഫോണിൽ ഗൂഗിൾ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അവരുടെ തന്നെ ഒരു കമ്പനി ആയിരുന്നല്ലോ ഹോണർ. അതുകൊണ്ടാണ് പറയണത് ഗൂഗിൾ സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട, ധൈര്യമായിട്ട് എടുത്തോളി. ഗൂഗിളിൻ്റെ എല്ലാ സപ്പോർട്ടും ഉള്ളൊരു ഫോൺ തന്നെയാണ് ഹോണർ. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടതിന് ലാസ്റ്റ് ചെയ്യേണ്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഷെയർ ചെയ്ത് കൊടുത്തോളി, അതും മറക്കണ്ട. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.